ബിയോണ്ട് ദ ഹെഡ്ലൈൻസിലേക്ക് വീണ്ടും സ്വാഗതം. നവോത്ഥാന വനിതാ മതിൽ വിവാദ മതിലായി മാറിയ നാളുകളിലാണ് മലയാളികൾ. സംഘാടകരുടെയും എതിർക്കുന്നവരുടെയും രാഷ്ട്രീയ സാമുദായിക താൽപ്പര്യങ്ങളാണ് ഈ വിവാദങ്ങളിൽ പ്രതിഫലിക്കുന്നത്. എതിർക്കുന്നവർ സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത ബോധപൂർവം ചോർത്തിക്കളയുമ്പോൾ മതിൽ സംഘാടകർ വിധി ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ അത് നടപ്പിലാക്കുന്നതിനോട് സന്ധി ചെയ്യുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിൽ വനിതാ മതിലിൻ്റെ പ്രസക്തി അന്വേഷിക്കുകയാണ് ബിയോണ്ട് ദ ഹെഡ്ലൈൻസ്. കേരള സമൂഹത്തിൽ നവോത്ഥാന മൂല്യങ്ങളെക്കുറിച്ച് വീണ്ടും ഒരു ചർച്ച സജീവമാക്കിയെന്നതാണ് ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച കോടതി വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന. കേരളീയ നവോത്ഥാന ചരിത്രവും അതിൽ പങ്കാളിത്തം വഹിച്ച സാമൂഹ്യധാരകളും ഇതിലൂടെ വീണ്ടും ഓർമ്മിക്കപ്പെട്ടു. കേരളത്തിൻ്റെ അധസ്ഥിത ജനവിഭാഗത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പൊളിച്ചെഴുതിയ മൂല്യവ്യവസ്ഥയും സാമൂഹ്യ മണ്ഡലത്തിലേക്ക് ഉയർത്തെണീറ്റു. ഇടതു വലതു രാഷ്ട്രീയ പാർട്ടികൾ വോട്ടു ബാങ്കിൽ മാത്രം കണ്ണുനട്ട് ഈ മൂല്യവ്യവസ്ഥയെ അപ്പാടെ മറന്നതിൻ്റെ ദുരവസ്ഥയും വീണ്ടും വിചാരത്തിന് വിധേയമായി. വനിതാ മതിൽ എന്ന ആശയം ഇന്നത്തെ കാലത്ത് ഭരണഘടനയെ പോലും വെല്ലുവിളിക്കാൻ ധൈര്യം കാട്ടുന്ന ഒരു കൂട്ടം ആളുകൾ യാതൊരു വൈമനസ്യവുമില്ലാതെ രംഗത്ത് വരുമ്പോൾ അതെന്തിൻ്റെ പേരിലാണെങ്കിലും ആചാരത്തിൻ്റെ പേരിലും അനുഷ്ഠാനത്തിൻ്റെ പേരിലും പെണ്ണിനെ കീഴ്പ്പെടുത്താനുള്ള ഒരു നീക്കം അത് വർത്തമാനകാലത്ത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. നമ്മുടെ കേരളത്തിനൊരു പാരമ്പര്യം തന്നെയുണ്ട്. കേരളം ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി നവോത്ഥാന പോരാട്ടങ്ങൾ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നൊരു സ്റ്റേറ്റാണ്. എന്നുവെച്ചാൽ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ജനകീയ പങ്കാളിത്തത്തോടു കൂടി ഉയർന്നു വന്നതാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം. അങ്ങനെ ജനകീയ പ്രസ്ഥാനമായി ഉയർന്നു വന്ന നവോത്ഥാന പ്രസ്ഥാനം അതിൻ്റെ അടിത്തറയിലാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരികയും അതിന് രാഷ്ട്രീയമായ മാനം നൽകിക്കൊണ്ട് അത് പ്രയോഗത്തിൽ വരികയും ചെയ്തു. വടക്കേ ഇന്ത്യയിലൊക്കെയുള്ള നവോത്ഥാന പോരാട്ടങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സാമ്പത്തിക തലങ്ങളിൽ സാമൂഹ്യ തലത്തിൽ നിയമനിർമ്മാണം വന്നിട്ടില്ല. നവോത്ഥാന പ്രക്രിയയുടെ ഭാഗമായി ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ഈ മതിൽ കെട്ടുമെന്ന് പറയുമ്പോൾ കേരളത്തിലെ ഇസ്ലാം സഹോദരങ്ങൾ, ക്രിസ്തീയ സഹോദരങ്ങൾ, കേരളത്തിൻ്റെ നവോത്ഥാന ഭൂമികയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ആളുകളിൽപ്പെട്ടവർ, അവരിൽ ഒരാളെ പോലും കൂട്ടാതെ ഹൈന്ദവ സമുദായത്തിലുള്ള ആളുകളെ കുറേയധികം ആളുകളെ വിളിച്ചുകൊണ്ട് വന്ന് കുറേ സമുദായ സംഘടനകൾ വിളിച്ചുകൊണ്ട് നടത്തുന്ന മതിൽ തീർച്ചയായും വർഗീയ മതിൽ തന്നെയാണ്. CPM എന്ന് പറയുന്നൊരു കക്ഷിക്ക് മാത്രം മതിൽ നിർമ്മിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ അവർ മറ്റ് ഗ്രൂപ്പുകളെയും എല്ലാവരെയും ചേർത്തുകൊണ്ട് നടത്തുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കാതലായ മാറ്റം വരുത്താൻ പ്രതിപക്ഷ കക്ഷികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേരുകയും അവർക്ക് നിർദ്ദേശം വെക്കുകയും ചെയ്യാമായിരുന്നു. അങ്ങനെ നിർദ്ദേശം വെച്ചിട്ട് സ്വീകരിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഇത്തരത്തിലേക്കുള്ള വിമർശനം ഉന്നയിക്കേണ്ടത്. കാരണം ഇത്തരം ഒരു പ്രഖ്യാപനം വന്നപ്പോൾ ആദ്യം തന്നെ അതിനോട് നെഗറ്റീവായി സമീപനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വർഗീയ മതിൽ എന്ന് പറയുന്നതിൽ യാതൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല. സർക്കാരിൻ്റെ വനിതാ മതിൽ ലിംഗനീതിയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നതാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ലിംഗനീതി ഉറപ്പുവരുത്തേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ്. സർക്കാരിന് അതിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റുന്ന പല സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പല രീതികൾ എടുക്കുന്നതിൽ ഒരു രീതിയായിട്ട് അവലംബിച്ചു വനിതാ മതിൽ എന്ന് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശ്വാസ സംരക്ഷണത്തിൻ്റെ പേരിൽ സ്ത്രീകളെ തെരുവിലിറക്കിയവർക്ക് സ്ത്രീകൾ നൽകുന്ന മറുപടിയായി വനിതാ മതിലിനെ വ്യാഖ്യാനിക്കാം. എന്നാൽ മതിൽ സംഘാടകരിൽ ചിലരെങ്കിലും സുപ്രീം കോടതി വിധിയിലെ സ്ത്രീ പുരുഷ സമത്വം എന്ന സുപ്രധാന ഘടകത്തെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വൈരുദ്ധ്യത്തെ എങ്ങനെ മറികടക്കുന്നു എന്നതിലാണ് യഥാർത്ഥത്തിൽ വനിതാ മതിലിൻ്റെ നിലപാട് വ്യക്തമാവുക. നവോത്ഥാന മൂല്യങ്ങളുടെ പിന്തുടർച്ച എന്ന ആശയത്തിൻ്റെ പ്രചരണത്തിനും കേരള സംസ്കാരത്തെ പിന്നോട്ട് നടത്താൻ നടക്കുന്ന നീക്കങ്ങളെ തുറന്നു കാട്ടാനും ആവിഷ്കരിച്ച വനിതാ മതിലിൻ്റെ സൃഷ്ടിയും സ്വാഭാവികമായും വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ. സുപ്രീം കോടതി വിധി സ്ത്രീ പുരുഷ സമത്വം എന്ന തത്വത്തിൻ്റെ വിളംബരമാണ്. സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം തന്നെ ഫ്യൂഡൽ മൂല്യവ്യവസ്ഥയുടെ സംരക്ഷകർക്ക് ഒട്ടും പൊറുക്കാൻ കഴിയുന്ന ഒന്നല്ലെന്ന് വിധിക്ക് ശേഷം നടന്ന സംഭവങ്ങൾ തെളിയിച്ചു. വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും പേരു പറഞ്ഞ് സ്ത്രീ അനുകൂല വിധിയെ ചെറുക്കാൻ ഇവർ സ്ത്രീകളെ തന്നെ തെരുവിലിറക്കി.
ഇതിനെതിരെയുള്ള സ്ത്രീ പ്രതിരോധമായി മതിലിനെ മാറ്റാമായിരുന്നുവെങ്കിലും ഭരണകൂടം എതിർപ്പിനുള്ള വക മതിലിന്റെ നടത്തിപ്പിൽ തന്നെ ഉൾച്ചേർത്തു. ഏതൊരു വിശ്വാസി ആഗ്രഹിക്കുന്നുവോ അവൾക്ക് പോകാം എന്ന വിധി നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ട ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കുന്നത് നിരീശ്വരവാദികളെ ചുമന്നു കയറ്റാൻ നിൽക്കിയ ഗവൺമെൻറ് എന്നാണ്. ശുദ്ധ അസംബന്ധമായ പ്രചാരവേല നടത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും രാജ്യത്തൊരു വർഗീയമായ ഡിവിഷനിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുകയും ഒരു സംഘർഷമുണ്ടാക്കാൻ ആസൂത്രിതമായി ശ്രമിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ ഗവൺമെൻറ് ഈ കള്ളക്കളി തുറന്നു കാട്ടാൻ. എന്നുവെച്ചാൽ ഒന്ന് വിശ്വാസികൾക്കെതിരായി ഗവൺമെൻറ് നിൽക്കുന്നു, നിരീശ്വരവാദികളെ ശബരിമലയെ കയറ്റാൻ നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ ഗവൺമെൻറ്റിനെതിരെ ഉയർത്തുന്ന കള്ള പ്രചാരവേലയുടെ വസ്തുത തുറന്നു കാട്ടാൻ വേണ്ടിയാണ് ഈ സാമൂഹ്യമായി ഐത്തത്തിൻ്റെ പേര് പറഞ്ഞ് ഈ നൂറ്റാണ്ടിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ പെണ്ണിനെ 21-ാം നൂറ്റാണ്ടിലും മാറ്റി നിർത്താമെന്ന് കരുതുന്ന ശക്തികൾക്കെതിരെയുള്ള സ്ത്രീകളുടെ മുന്നേറ്റമാണ് വനിതാ മതിൽ. ഈ വനിതാ മതിൽ അവർ പറയുന്നത് പോലെ നവോത്ഥാന പ്രക്രിയയ്ക്ക് വേണ്ടിയാണ് എങ്കിൽ അതിൽ നവോത്ഥാനത്തിൻ്റെ മുഴുവൻ പേരെയും പങ്കാളികളാക്കണം. ജാതിമത എല്ലാ ചിന്തകൾക്കും രാഷ്ട്രീയ ചിന്താഗതികൾക്ക് അതീതമായി മുഴുവൻ പേരെയും അണിനിരത്തണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായി, വനിതാ മതിൽ രൂപീകരിക്കുന്നതിൽ അതിൻ്റെ സംഘാടന സമിതിയിൽ വനിതകൾക്ക് എന്താണ് പങ്ക്? സംഘാടന സമിതി ചെയർമാനോ കൺവീനറോ ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊന്നുമേ ഒരു വനിതയ്ക്ക് പോലും കൊടുക്കുന്നില്ല എന്നതിലൂടെ കേരളത്തിൽ ഇത്രയും കാലം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ രംഗങ്ങൾ ഉൾപ്പെടെ വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വനിതകൾ ആരും തന്നെ ഇതിൻ്റെ ഒരു സംഘാടകയായി പ്രവർത്തിക്കാൻ പ്രാപ്തയായിട്ടില്ല എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് സർക്കാർ ചെയ്തത്. വളരെ പ്രതിലോമകരവും എന്താണോ BJP അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ സ്ത്രീ വിരുദ്ധമായിട്ട് നിലപാടെടുത്തിട്ടുള്ള അതേ നിലപാടിൻ്റെ ഭാഗം ചേരുകയും കൃത്യമായൊരു വോട്ട് ബാങ്കിന് അല്ലെങ്കിൽ വോട്ട് ഈ പറയുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ അവരുടെ ഏത് അന്ധവിശ്വാസമാണെങ്കിലും ആ അന്ധവിശ്വാസത്തിനെ അതേപോലെ നിലനിർത്തി വോട്ട് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ് അവർ കളിച്ചത്. ഒരു തരത്തിലേക്കുള്ള ആത്മാർത്ഥതയും ഈ പറയുന്ന കാര്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു വർഗീയ മതിൽ എന്ന് പറയുന്ന രീതിയിലേക്ക് ആരോപണത്തിന് ഞാൻ ആ രീതി മാത്രമേ കാണുന്നുള്ളൂ. ഉത്തരമർഹിക്കുന്ന ചില വിമർശനങ്ങൾ വനിതാ മതിലിനെതിരെ ഉയർന്നിട്ടുണ്ട്. ഹൈന്ദവ ഇതര സമൂഹങ്ങളുടെ അസാന്നിധ്യമാണ് ഇതിൽ പ്രധാനം. സാമൂഹികമായ തുല്യത എന്ന ആശയം ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രം നടക്കേണ്ട കാര്യമല്ല. അതിനാൽ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ട ബാധ്യത സംഘാടകർക്കുണ്ടായിരുന്നു. മതിലിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ പലതിലും കാമ്പില്ലാതില്ല. നവോത്ഥാനത്തിന്റെ നേരവകാശികൾ ഹൈന്ദവ സംഘടനകൾ മാത്രമാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. മതിൽ സംഘടിപ്പിക്കുന്നതിൽ സ്ത്രീകൾക്ക് നേതൃത്വപരമായ പങ്ക് എത്രത്തോളമുണ്ടെന്ന ചോദ്യത്തിനും സർക്കാർ ഉത്തരം പറയണം. പക്ഷേ വിശ്വാസത്തെ ഭരണഘടനാ തത്വങ്ങൾക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാനും അതിലൂടെ പുരുഷ മേധാവിത്വത്തിന്റെ അധികാര ശ്രേണി അപ്പടി നിലനിർത്താനുമുള്ള പച്ചയായ ശ്രമമാണ് പ്രക്ഷോഭത്തിന്റെ പേരിൽ അരങ്ങേറിയതെന്ന സത്യം മറക്കാൻ കഴിയില്ല. സ്ത്രീകളൊന്ന് സംഘടിച്ച് ഒന്നിച്ച് നിൽക്കാൻ തീരുമാനിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ ഹാലിളകിയാണ് ആളുകൾ. ഏതെല്ലാം കോണിൽ നിന്നാണ് വിമർശനം. എന്തിനാണ് ഭയക്കുന്നത് സ്ത്രീകളുടെ മതിലിനെ? സ്ത്രീകൾ വേറെ ഒന്നും ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. ഇത് ശരിയല്ലെന്ന് പറയാൻ കൂട്ടായി തീരുമാനിച്ചു. അതിനകത്ത് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, യാതൊന്നുമില്ല, പിന്നോക്കമൊന്നുമില്ല, മുന്നോക്കമൊന്നുമില്ല. മുഴുവൻ സ്ത്രീകൾക്കും പങ്കെടുക്കാവുന്നതാണ്. വനിതകളില്ലാത്ത, വനിതകളുടെ കാർമ്മികത്വത്തിൽ അല്ലാതെ നടക്കുന്ന വനിതാ മതിൽ, ആ നിലയിലും ഈ വനിതാ മതിൽ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പിന്നെ കേരളം വലിയൊരു ക്രൈസിസ് കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം സംസാരിക്കുന്ന സ്ത്രീകളെ മുഴുവൻ അധിക്ഷേപിക്കുകയും ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ ഏറ്റവും വൃത്തികെട്ട രീതിയിലേക്ക് എന്തെങ്കിലും തരത്തിലേക്ക് അഭിപ്രായമുള്ള ആൾക്കാർ മുഴുവൻ എന്ത് ചെയ്യുന്നു, അവരൊക്കെ തന്നെ എറിഞ്ഞു ഓടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് അത് സീരിയസ് ആയി തോന്നി കിട്ടുകയില്ല. അവരൊരു തരത്തിലും വാക്കാല പ്രവൃത്തിയിലും എന്ത് ചെയ്തിട്ടില്ല, ഒരു പുരോഗമനപരമായിട്ട് നിലപാടെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വിമർശനത്തെ ആ തരത്തിലേക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ. സംഘപരിവാറിൻ്റെ എല്ലാവിധ പ്രതിലോമകരമായിട്ടുള്ള നീക്കങ്ങൾക്കെതിരെയും നിലകൊള്ളുന്ന ഒരാളെന്ന നിലയിലും കേരളത്തിൽ, ഇന്ത്യയിൽ ലിംഗനീതി ഉറപ്പാക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിലും ഏത് രീതിയിലുള്ള ഒരു സംഘാടനം, പുരോഗമനപരമായ സംഘാടനം സർക്കാരോ മറ്റേതെങ്കിലും സംഘടനകളോ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ചേരാൻ തയ്യാറാണ് ഞാൻ. അതുകൊണ്ട് സർക്കാരിൻ്റെ ഒപ്പം വനിതാ മതിൽ ചേരുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. BJP സ്വന്തം രാഷ്ട്രീയം മാത്രമാണ് ശബരിമല പ്രക്ഷോഭത്തിലൂടെ ലക്ഷ്യമിട്ടത് എന്ന് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. ഇതുവരെ ഉണ്ടാവാത്ത ഒരു പ്രശ്നമുണ്ടായപ്പോൾ ആശയവ്യക്തതയില്ലാതിരുന്ന UDFും യാഥാസ്ഥിതിക പക്ഷത്ത് അണിചേർന്നു. സ്വാഭാവികമായും മതിലിലൂടെ LDFും ശ്രമിക്കുന്നത് രാഷ്ട്രീയ നേട്ടം തന്നെയായിരിക്കും. പക്ഷേ അത്
സമൂഹത്തെ പുറകോട്ട് വലിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വരെ ഈ ഭൂമിയുടെ ഈ സന്തുലിതാവസ്ഥ തകർന്നുകൊണ്ട് അവരെ കൃഷി നശിച്ചുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് അവർ തന്നെ ഇവിടുന്ന് ഒഴിവായി പോകാൻ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര നമ്മുടെ സമൂഹത്തിൽ ഒരു ശീലമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള പ്രദേശത്തേക്ക് സഞ്ചാരികൾ കൂട്ടമായി എത്താറുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്ന നിലയിൽ പ്രശസ്തമല്ലാത്ത സ്ഥലങ്ങളിലേക്കും യാത്രികർ എത്തുന്ന കാലമാണ് ഇത്. ഇതിന് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. കണ്ണൂരിലെ ഒരു സഞ്ചാര കേന്ദ്രത്തെ മുൻനിർത്തിയുള്ള ഒരു അന്വേഷണമാണ് ഇനി. പ്രശസ്തമായ നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം മാലിന്യ കൂമ്പാരങ്ങളായി മാറിയപ്പോൾ പുതിയ പ്രദേശങ്ങൾ സഞ്ചാര മേഖലയായി കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ കണ്ണൂർ ജില്ലയിൽ രൂപപ്പെട്ട പല സ്ഥലങ്ങളും ഇന്ന് കയ്യേറ്റക്കാരുടെ പിടിയിലായി. കർണാടക വനമേഖലയോട് ചേർന്ന പശ്ചിമഘട്ട മലനിരകൾ പലതും ഇന്ന് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. വൈതൽ മലയും പാലക്കയം തട്ടുമാണ് ഇതിൽ പ്രധാനം. ഏറിയാൽ 5 വർഷത്തിലധികമായിട്ടില്ല പാലക്കയം തട്ടിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങിയിട്ട്. അതിനു മുൻപ് പാറക്കെട്ടുകളും പാറപ്പുല്ലും നിറഞ്ഞ് മഞ്ഞു മൂടിക്കിടന്ന പ്രദേശമായിരുന്നു ഇവിടം. 1976 ജൂലൈ 7 സർക്കാർ ഉത്തരവ് പ്രകാരം തളിപ്പറമ്പ് ലാൻഡ് ബോർഡ് മിച്ചഭൂമിയായി ഏറ്റെടുത്ത പ്രദേശമാണ് ന്യൂ നടുവിൽ വില്ലേജിൽ ഉൾപ്പെടുന്ന പാലക്കയം തട്ട്. 292/1A, 210/1A എന്നീ റീസർവേ നമ്പറുകളിൽ പെടുന്ന 66.3 ഏക്കർ ഭൂമി 4 സ്വകാര്യ വ്യക്തികളിൽ നിന്നായാണ് സർക്കാർ ഏറ്റെടുത്തത്. ഇതിൽ 38 ഏക്കർ വിവിധ കാലങ്ങളിലായി ഭൂരഹിതർക്ക് പതിച്ചു നൽകിയതായി വില്ലേജ് അധികാരികൾ നൽകിയ രേഖയിൽ പറയുന്നു. ബാക്കി വന്ന 27.92 ഏക്കർ കൃഷിയോഗ്യമല്ലാത്തതിനാൽ വിതരണം ചെയ്തില്ല. പാലക്കയം തട്ട് കുന്നിന്റെ അടിഭാഗത്തായി ജീവിക്കുന്ന ദളിത് കുടുംബങ്ങൾക്കും പതിറ്റാണ്ടുകൾക്ക് മുൻപ് ദാരിദ്ര്യം മാത്രമായി എത്തിയ കുടിയേറ്റക്കാർക്കുമാണ് 38 ഏക്കർ സർക്കാർ പതിച്ചു നൽകിയത്. ഇവിടെ കൃഷി ചെയ്ത് ജീവിതം തുടങ്ങിയ ഇവർക്ക് പക്ഷേ വിലത്തകർച്ചയും കാർഷിക വിളകളുടെ രോഗബാധയും മൂലം അധികകാലം പിടിച്ചു നിൽക്കാനായില്ല. ഈ അവസരം മുതലെടുത്ത് ഇവിടേക്ക് ആദ്യം എത്തിയത് വൻകിട ക്വാറി മാഫിയയായിരുന്നു. ഇവിടെയൊന്നും വലിയ ഉരുളുപൊട്ടലോ മണ്ണിടിച്ചിലോ ഉള്ള സ്ഥലങ്ങളല്ല. നിലവിൽ മണ്ണിൻ്റെയൊക്കെ പ്രാധാന്യം ആ ഒരു സ്വഭാവം അങ്ങനെയാണ്. കല്ലുകൂടിയ മണ്ണും ഉറവ് പൊട്ടുന്ന മണ്ണുമൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഈ വലിയ മഴക്കാലം വന്നാലും മണ്ണിടിച്ചിലോ ഈ ഉരുളുപൊട്ടലോ ഇല്ല. ഇതിലൊരു താഴെയുള്ള ആൾക്കും അങ്ങനെ ഉരുളുപൊട്ടിയിട്ടൊന്നും ഇത് ഈ കോറ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പം വലിയൊരു തോതിൽ വെള്ളം കെട്ടി നിൽക്കുകയും ഇതിൻ്റെ താഴ്ഭാഗത്തോട്ടുള്ള ആ വെള്ളം ഇതിൻ്റെ താഴ്ഭാഗത്തോട്ടുള്ള മണ്ണെല്ലാം കൂടെ ഒഴുകി താഴോട്ട് ചെല്ലുകയും വലിയ ഒരു നാശനഷ്ടമോ അപകടവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഇതിന് നമ്മളെ ഭയപ്പെടുന്ന കാര്യം. ഞാനൊക്കെ ഇതിൻ്റെ അടി താമസിക്കുന്ന ആളാണ്. മിച്ചഭൂമി കിട്ടിയ കുറേ പേർ ഇപ്പോഴും ജീവിതത്തോട് പടപൊരുതി ഇവിടെ തുടരുന്നു. അങ്ങനെയിരിക്കെയാണ് പാലക്കയം തട്ടിന്റെ സൗന്ദര്യം തേടി ഇവിടേക്ക് വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങിയത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ അവസാന കാലത്താണ് പാലക്കയം തട്ടിന്റെ നിയന്ത്രണം സർക്കാർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനെ ഏൽപ്പിക്കുന്നത്. ഇവിടെ ടൂറിസം വികസന പ്രവർത്തികൾക്കായി 3 ഏക്കർ സ്ഥലവും സർക്കാർ ഇവർക്ക് വിട്ടു നൽകി. സഞ്ചാരികൾ ഏറി വന്നതോടെ കയ്യേറ്റക്കാരും ഇവിടം ലക്ഷ്യം വെച്ചു. പാലക്കയം ടൂറിസത്തിൻ്റെ പേരിൽ നടക്കുന്ന അനധികൃത കയ്യേറ്റവും അതിൻ്റെ പേരിൽ നടക്കുന്ന അഴിമതിക്ക് ആണ് എതിര് നിൽക്കുന്നത്. 25 ഏക്കർ 20 സെൻറ്റ് സ്ഥലം ഇവിടെ മിച്ചഭൂമിയായിട്ട് നിലവിൽ ബാക്കിയുണ്ട്. ഈ സ്ഥലം മുഴുവനും ഇപ്പോൾ ടൂറിസം വകുപ്പിന് വേണ്ടിയിട്ട് കൈമാറിയിരിക്കുന്നത് അത് എത്ര ഏക്കർ ഉണ്ടെന്ന് പോലും വ്യക്തമല്ല. അതായത് 4-5 ഏക്കർ സ്ഥലം മാത്രമാണ് ടൂറിസം വകുപ്പിൻ്റെ കയ്യിൽ ഇപ്പം പാലക്കയം തട്ട് ടൂറിസം പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ളത്. ബാക്കി സ്ഥലങ്ങൾ മുഴുവനും 20 ഏക്കറിലധികം സ്ഥലങ്ങൾ ഇവിടുത്തെ കോറി മാഫിയയും മറ്റ് സ്വകാര്യ വ്യക്തികളും കയ്യേറി കൈവശം വെച്ചിരിക്കുകയാണ്. നമ്മൾ തീർച്ചയായിട്ടും പറയുന്നത് ഈ കയ്യേറിയ സർക്കാർ ഭൂമി മുഴുവനും തിരിച്ചു പിടിച്ച് പാലക്കയം തട്ട് ടൂറിസം പദ്ധതിക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുകയും പാലക്കയം തട്ട് ടൂറിസം പദ്ധതി നല്ലതായ രീതിയിൽ തന്നെ കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ ആവശ്യം. പാലക്കയം തട്ട് സഞ്ചാരികളെ ആകർഷിക്കുന്നുവെന്ന് കണ്ടറിഞ്ഞതോടെയാണ് കയ്യേറ്റക്കാർ കച്ചവട സാധ്യത തേടി ഈ മേഖലയിലേക്ക് എത്തിയത്.
ഇതോടെ ഇവിടെയുണ്ടായിരുന്ന മിച്ചഭൂമിയിൽ വലിയൊരു ഭാഗം കയ്യേറ്റക്കാർ സ്വന്തമാക്കി. കയ്യേറിയ ഭൂമിയിൽ നടക്കുന്ന നിർമ്മാണങ്ങൾ പാരിസ്ഥിതിക പ്രത്യേകതകളെ പരിഗണിക്കുന്നതേയില്ല. സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്തതിൽ കൃഷിയോഗ്യമല്ലാത്തതിനെ തുടർന്ന് വിതരണം ചെയ്യാതിരുന്ന 28 ഏക്കറോളം ഭൂമിയിൽ 3 ഏക്കറാണ് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് വിട്ടുനൽകിയതെന്നാണ് റവന്യൂ വകുപ്പിന്റെ വാദം. അങ്ങനെയെങ്കിൽ ഇതിനോട് ചേർന്ന ബാക്കി 25 ഏക്കർ ഭൂമി എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള ബാധ്യതയും റവന്യൂ വകുപ്പിനുണ്ട്. ഈ സ്ഥലം വെള്ളാട് വില്ലേജിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അവിടെ ഒരു ബിൽഡിംഗ് കെട്ടിയതിന് ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിയിട്ട് നടുവിൽ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തത്. പക്ഷേ നടുവിൽ പഞ്ചായത്തിലുള്ള രേഖകൾ പ്രകാരം തന്നെ വെള്ളാട് വില്ലേജിൽ മിച്ചഭൂമിയോ റവന്യൂ ഭൂമിയോ ഇല്ല എന്ന് സർക്കാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് വെള്ളാട് വില്ലേജിൽ നിന്ന് DTPC പദ്ധതിക്ക് വേണ്ടി ഭൂമി കൊടുക്കാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ ഭൂമി ബാക്കി അവശേഷിക്കുന്ന മിച്ചഭൂമിയായിട്ട് അവശേഷിക്കുന്ന ഭൂമിയുള്ളത് നടുവിൽ വില്ലേജാണ്. അവിടെ 28 ഏക്കർ മിച്ചഭൂമി വിതരണം ചെയ്യപ്പെടാതെ ബാക്കിയുണ്ട്. ആ ഭൂമിയിൽ നിന്നാണ് DTPCക്ക് ഭൂമി കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ മിച്ചഭൂമിയാണ്. അതാണിപ്പോൾ കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. മലയുടെ സ്വാഭാവിക ഭൂപ്രകൃതിയെ തകർത്ത് കടമുറികളും അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങളും ഇവിടെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ സ്ഥലം കയ്യേറിയിരിക്കുന്നത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രമുഖ നേതാക്കൾക്ക് ഈ പാലക്കൻതട്ട് ഈ ടൂറിസം പദ്ധതിയോട് അനുബന്ധിച്ച് സ്ഥലങ്ങൾ ഉണ്ട്. ആ കയ്യേറ്റത്തിൻ്റെ പേരിലാണ് അതിനോട് ചേർന്നുള്ള സ്ഥലങ്ങൾ ഇപ്പം വണ്ടി പാർക്കിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരുപാട് സ്ഥലം നിരപ്പാക്കിക്കൊണ്ട് അവിടുത്തെ പുൽമേട് ഇല്ലാതാക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ DTPC വിട്ടുകൊടുത്ത ഭൂമിയിലാണ് ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് പറയുന്നത്. അല്ലാണ്ട് റിസോർട്ടുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവിടെ റിസോർട്ട് മറ്റ് എല്ലാ പരിപാടികളും ഉണ്ട്. വൻകിട റിസോർട്ട് ക്വാറി മാഫിയകളാണ് പാലക്കയം തട്ടും വൈതൽ മലയും അടക്കമുള്ള കണ്ണൂർ ജില്ലയിലെ മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഭൂമി കയ്യേറ്റത്തിന് ചുക്കാൻ പിടിക്കുന്നത്. പാലക്കയം തട്ടിനും വൈതൽ മലയ്ക്കും സമീപത്തായി 10-ലധികം കരിങ്കൽ ക്വാറികളും 7ഓളം റിസോർട്ടുകളും നിലവിൽ പ്രവർത്തിക്കുന്നു. 10-ലധികം റിസോർട്ടുകളും 5 ക്വാറികളും അനുമതിക്കായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ഇപ്പോൾ നിലവിൽ 5ഓളം ക്വാറികളുണ്ട്. 5 ക്വാറികളിൽ 4 പ്രവർത്തനം തുടങ്ങിയതും പകുതി വെച്ച് 5 പ്രവർത്തനം തുടങ്ങി ഇടയ്ക്ക് വെച്ച് നിർത്തപ്പെട്ടതാണ്. ഒരു ക്വാറിയും ക്രഷറും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള 3 കൂടി അനുമതി പരിപൂർണമായി ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടി. 1 അനുമതി കാത്തു കിടക്കുന്നു. ക്വാറി മൂലമുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് കുടിവെള്ളം തന്നെയാണ്. ഇതിൻ്റെ തൊട്ട് താഴെ എല്ലാം പൊയിൽ പോലെ കണ്ടങ്ങൾ പോലെ പൊയിലായി കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ജല അറകളെയാണ് ഈ കോറകൾ നശിപ്പിക്കുന്നത്. 2 ഇതിൻ്റെ പൊടികൾ, ആസ്മ മോഡലുള്ള രോഗങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ ഒരു വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. കാർഷിക മേഖലയിലുണ്ടായ തിരിച്ചടിയെ തുടർന്ന് പ്രതിസന്ധിയിലായ മലയോരത്തെ ഒരു വിഭാഗം കർഷകർ ഇപ്പോൾ വിനോദസഞ്ചാര മേഖലയിലാണ് പ്രതീക്ഷയർപ്പിച്ചിട്ടുള്ളത്. ഓഫ് റോഡ് ടാസ്ക് ഡ്രൈവിംഗ്, ചെറിയ തട്ടുകടകൾ, ഹോംലി ഫുഡ് ഇവയെല്ലാം നിലനിൽപ്പിനായുള്ള പുതുവഴികളാണ്. എന്നാൽ പ്രദേശത്തേക്ക് കടന്നു കയറുന്ന വൻകിട ക്വാറി റിസോർട്ട് മാഫിയ പ്രകൃതിയുടെ സ്വാഭാവിക സന്തുലിതാവസ്ഥയ്ക്ക് നേരെ നടത്തുന്ന കടന്നാക്രമണങ്ങളെ ഏറെ ഭയപ്പാടോടെയാണ് ഇവർ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വരെ ഈ ഭൂമിയുടെ ഈ സന്തുലിതാവസ്ഥ തകർന്നുകൊണ്ട് അവരെ കൃഷി നശിച്ചുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് അവർ തന്നെ ഇവിടുന്ന് ഒഴിവായി പോകാൻ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ്. കുന്നുകളും പുൽമേടുകളും ഇടിച്ചു നിരത്തി ഒരു സമ്പന്ന വിഭാഗത്തിന് മാത്രമായി സാധ്യതകൾ തുറന്നിടുന്ന വികസനമല്ല, മറിച്ച് ഈ നാട്ടിലെ ദളിതരെയും കുടിയേറ്റക്കാരായ സാധാരണ മനുഷ്യരെയും കൂടി മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ കഴിയുന്ന വികസന പദ്ധതികളാണ് ഇവർ സ്വപ്നം കാണുന്നത്. എനിക്ക് ശരിക്കും കൂലിപ്പണി പ്രധാനപ്പെട്ട തൊഴിൽ തെങ്ങ് കയറ്റണം. പ്രത്യേകതകൾ ഏറെയുള്ള ഒരു കലാകാരനെ പരിചയപ്പെടാം. തൃശ്ശൂർ കോതകുളം സ്വദേശി മോഹനാണ് ഈ കലാകാരൻ. കലാ അഭിരുചി ചെറുപ്പത്തിലേയുണ്ട് മോഹനന്. പഠനകാലത്ത് നിരവധി നാടകങ്ങളിൽ വേഷമിട്ടു. പ്രായം 60-ലെത്തുമ്പോഴും നാട്ടിൻപുറത്തെ കലാപരിപാടികളിൽ സജീവം. കരകൗശല വസ്തു നിർമ്മാണത്തിലേക്ക് മോഹനൻ കടക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ 23 വർഷം മുൻപാണ്. ജുറാസിക് പാർക്ക് സിനിമ ഇറങ്ങിയ കാലം. സിനിമയുടെ പോസ്റ്ററിൽ കണ്ട ദിനോസറിനെ നിർമ്മിച്ചായിരുന്നു തുടക്കം. 23 വർഷമായി ഞാൻ ഈ
ഡിനോസറിനെ ആദ്യക്ക് ഞാൻ ജുറാസിക് പാർക്ക് ഇറങ്ങിയ കൊല്ലം ഈ കൊച്ചു ഡിനോസറിനെ ഉണ്ടാക്കി. അന്ന് തെർമോക്കോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പണിക്ക് പോകുന്ന സ്ഥലത്ത് ഈ ചെറിയ ടൈപ്പ് റെക്കോർഡും ചെറിയ ഗ്രൈൻഡറൊക്കെ വരും. അപ്പോൾ അതിൻ്റെ തെർമോക്കോൾ എടുത്ത് വയ്ക്കും. അപ്പോൾ ഇത് അയക്കുന്ന ആൾക്ക് അറിയുള്ളൂ ഇത് കൊണ്ട് ഉപകാരമില്ലാന്ന്, വീട്ടുകാർക്ക് അറിയില്ല. അപ്പോൾ ഞാനത് കുറേ നാൾ കഴിയുമ്പോൾ പറമ്പിൽ എടുക്കും. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് അപ്പോൾ ഈ ഡിനോസറിനെ ഉണ്ടാക്കാൻ ജുറാസിക് പാർക്ക് വന്ന കൊല്ലം രാഗത്തിൽ കണ്ടിട്ട് ഞാൻ അന്ന് ഈ മൊബൈലോ വീഡിയോ ഒന്നും അത്ര അധികം ഇല്ലല്ലോ, അപൂർവമുള്ളൂ. അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ടാണ് അത് തെർമോക്കോൾ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി. ഒരു ഫോട്ടോ വരെ കിട്ടാനില്ല, പടം വീണ്ടും കണ്ടു. ചാക്ക്, മുള, തെർമോക്കോൾ എന്നിവ ഉപയോഗിച്ചാണ് മോഹനന്റെ കരവിരുതിൽ മനോഹര രൂപങ്ങൾ പിറവിയെടുക്കുന്നത്. തെങ്ങു കയറാൻ പോകുന്ന വീടുകളിൽ പാഴ്വസ്തുക്കൾ കണ്ടാൽ മോഹനൻ വീട്ടുകാരോട് ചോദിച്ച് അവ കൈക്കലാക്കും. ഈ സാധനങ്ങളാണ് വാഴപ്പഴവും പാമ്പും ദിനോസറുമെല്ലാമായി മാറുന്നത്. എനിക്ക് ശരിക്കും കൂലിപ്പണി പ്രധാനപ്പെട്ട തൊഴിൽ തെങ്ങ് കയറ്റണം. പിന്നെ കൂലിപ്പണി കൈക്കോട്ടായിട്ടും എല്ലാ മറ്റുള്ള ഇതുകളായിട്ട് എൻ്റെ അച്ഛൻ ആർട്ടിസ്റ്റായിരുന്നു. അച്ഛൻ്റെ ഇത് പേരിൽ PVV വലപ്പാട്, പെയിൻറ് വർക്കാണ്, തബലിസ്റ്റാണ്, മിലിറ്ററിക്കാരനാണ്. അച്ഛൻ സ്റ്റേജിൽ നിന്നിട്ടാണ് മരിച്ചത്. നാട്ടിലെ കല്യാണ വീടുകളിലും പ്രദർശനങ്ങളിലുമെല്ലാം മോഹനന്റെ സൃഷ്ടികൾ എല്ലായ്പ്പോഴും ഇടം പിടിക്കും. വിദ്യാർത്ഥികൾ പാഠ്യേതര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഈ 60കാരൻ്റെ അടുക്കലെത്തും. പൊന്നോണം പൊൻവെയിലോടെ എത്തിത്തുടങ്ങി എന്ന് പൊന്നോണത്തുമ്പികൾ വട്ടം പാറിക്കളിച്ചു മെല്ലെ പൊന്നോണപ്പൂക്കൾ വിരിഞ്ഞു മാമല നാട്ടിൽ. ഇപ്പോൾ നാളെ ഇവിടെ പഴൂര് മുത്തെഴുത്ത വിജയൻ മാഷെ സഹോദരൻ്റെ ഭാര്യയുടെ ഈ മകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തു. അത് പറയുന്നത് ഈ പറഞ്ഞിട്ട് എനിക്കറിയുന്നില്ല. അപ്പോൾ അവർ ഫോട്ടോ കൊണ്ട് തന്നു. ചില ഒരു തൊടി, ഒരു പറമ്പിൽ ഇങ്ങനെ കുറേ പുല്ല്, ഒരു വൃദ്ധൻ ചാരികസരിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് പുസ്തകം വായിക്കുന്നു, കുട്ടി പട്ടം പറപ്പിക്കുന്നു, 2 മരം. ഞായറാഴ്ച രാത്രി വന്ന് പറഞ്ഞിട്ട് ചൊവ്വാഴ്ച കൊടുക്കാം. അപ്പോൾ ഞാൻ ചൊവ്വാഴ്ച പറ്റില്ല, എന്നിട്ട് ഇത് ഉണങ്ങിക്കിട്ടണ്ടേ. ഇതിങ്ങനെ ഇന്നിപ്പോൾ രാത്രി നമ്മൾ ഒട്ടിച്ച് വെച്ചാൽ നാളെ കാലത്തേക്ക് തുടങ്ങും. അത് ഒരു കാലത്തത് ഉണ്ടാക്കി വെച്ചിട്ട് വൈകിട്ട് ഉണങ്ങില്ല. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ 2 മരം ഉണ്ടാക്കി അന്ന് രാത്രി തന്നെ ഒട്ടിച്ച് പുല്ലൊക്കെ വെച്ചു, ഇതൊക്കെ ആക്കി. കളറടിക്കാൻ നേരം കിട്ടില്ല, ഉണങ്ങണ്ടേ. അങ്ങനെ എന്നിട്ട് രാത്രി തന്നെ ഫാൻ ഫുൾ സ്പീഡിൽ ടൈൽ ഫാൻ വെച്ചിട്ട് ഉണക്കി. ഇങ്ങനെ വെച്ച് കാലത്ത് നിന്ന് കൊണ്ടുപോയി കളർ ഞങ്ങൾ അടിച്ചുകൊണ്ട് നടന്നിട്ട്. കരകൗശല വസ്തുക്കളിൽ എന്ന പോലെ പുല്ലാങ്കുഴലിലും വിസ്മയം തീർക്കുന്നു ഈ കലാകാരൻ. ഈ ലകം ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മീഡിയ 1-ൽ. നന്ദി, നമസ്കാരം.